കുറച്ച് നാളത്തെ ഫ്ലാറ്റ് വാസത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് ആടും കോഴിയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അച്ഛൻ ചുമ്മാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഒറ്റയ്ക്ക് പെയിൻ്റ് അടിച്ചുണ്ടാക്കുകയാണ് കേട്ടോ കക്ഷി. പണി തുടങ്ങിയിട്ട് ഏതാണ്ട് 3-4 മാസമായി. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ അടുക്കളയിൽ കയറരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോന്ന് ഉണ്ടാക്കുന്നത് കാണാം. ഇത് വീട്ടിൽ നല്ല വാളയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരു പ്രത്യേക രീതിയിലൊക്കെ കട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മീറ്റ് ഭയങ്കര സോഫ്റ്റാണ്, പക്ഷേ നിറയെ മുള്ളും ഉണ്ട്. അമ്മയുടെ മീൻകറിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയ ഫിഷിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി ഒക്കെ ചതച്ചത്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ഒരു 3 തോടം കുടംപുളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരമുറി നാളികേരം ചെരുകി പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-ാം പാല് ലേശം മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാല് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ അത് സ്റ്റവിലോട്ട് വെക്കാം. മീൻകറി തിളയ്ക്കുന്നത് വരെ നന്നായി ശ്രദ്ധിക്കണം, ഇല്ലേ പാല് പിരിഞ്ഞ് മീൻകറി ഒരു വൃത്തിയായിട്ട രൂപത്തിലേക്ക് മാറും. തിള വരുന്ന വരെ അമ്മ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചുറ്റിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ കൈയൊക്കെ ഇതാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പൂണിട്ട് ഇളക്കാണ് കേട്ടോ ചെയ്യാറ്. അമ്മ സ്പൂൺ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മ അതൊരു പ്രത്യേക നാക്കിലിട്ട് ഇതിങ്ങനെ ഇളക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒന്ന് കുറച്ചായി വരുമ്പോൾ മീനൊക്കെ വെന്തതിന് ശേഷം 1-ാം പാല് കൂടി ഇതിലൊന്ന് ഒഴിച്ചിട്ട് മീൻകറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ഓഫാക്കി അപ്പുറത്തെ അടുപ്പിലായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ചെറിയ ചീനച്ചട്ടി എടുത്ത് അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ച് 2-3 ചെറിയുള്ളി അതിലോട്ടിട്ട് ബ്രൗൺ കളറാകുമ്പോൾ 2 കറിവേപ്പില കൂടി ഇട്ട് മീൻകറിയിലേക്ക് നേരെ താളിച്ചു കൊടുക്കാം. ഈ മീൻകറി ഈസിയാണ്, എന്നാൽ അടിപൊളി ടേസ്റ്റിയാണ്. എനിക്ക് ഫ്ലാറ്റിലോട്ട് ഇത് പാർസൽ ചെയ്യാനാണ് കേട്ടോ അമ്മ മീൻകറി ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 5 മീൻ കൂടി എടുത്ത് ഫ്രൈ ചെയ്തു. ബാക്കിയുള്ളത് മസാലയൊക്കെ തേച്ച് നേരെ പാക്ക് ചെയ്തേ. മസാല വരട്ടിയ ഫിഷ് മാത്രമല്ല, ആ മീൻകറി ഞാൻ പാർസൽ ചെയ്യേ. അമ്മ ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണേ ചോദിച്ചാൽ ഒരിക്കലുമല്ല, അമ്മമ്മയുടെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ എനിക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോകണം. കാരണം 4 മണിയാകുമ്പോഴേക്കും അവൾ വരും. അപ്പോൾ അവൾ വരുന്നേക്കാളും മുന്നേ അവിടെ ഹാജരാവണം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുറച്ച് മുട്ടയുണ്ട്. അപ്പോൾ ആ മുട്ടയും കൂടി പാക്ക് ചെയ്ത് ഞാൻ നേരെ ഫുഡും കഴിച്ച് നേരെ ഫ്ലാറ്റിലോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.